മെസ്സിയും CR7 ഫൈനലിന് മുമ്പ് ലോകകപ്പിൽ ഏറ്റുമുട്ടില്ല. ജയിച്ചു കയറുകയാണെങ്കിൽ ബ്രസീലും അർജന്റീനയും സെമിയിൽ നേർക്കുനേർ വരും. പോർച്ചുഗലിനോ കാര്യങ്ങളെല്ലാം കടുപ്പമാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആവേശ പോരാട്ടങ്ങളെല്ലാം ഇന്നത്തോടെ അടങ്ങിയിരിക്കുന്നു. ഇനിയാണ് കളി, ഇനിയാണ് ആവേശം. ഇനി അബദ്ധങ്ങൾക്ക് സ്ഥാനമില്ല, തിരുത്താൻ സമയവുമില്ല. തോറ്റാൽ മടങ്ങാം, ജയിച്ചാൽ ചരിത്രം. റൗണ്ട് ഓഫ് 32 ഫിക്സ്ചറുകളും അതിനുശേഷമുള്ള റൗണ്ട് ഓഫ് 16 സാധ്യതകളും പരിശോധിക്കാം. കടലാസിൽ ചിലർക്ക് കടുപ്പമാണ്, ചിലർക്കോ കാര്യമായ വെല്ലുവിളികളില്ല. പരിശോധിക്കാം. ടീമുകളുടെ എണ്ണം 48-ൽ നിന്നും 32ലേക്ക് ചുരുങ്ങി. 12 ഗ്രൂപ്പുകളിൽ നിന്നും 1ഉം 2ഉം സ്ഥാനക്കാരായി 24 പേർ കടന്നു. മികച്ച 3ആം സ്ഥാനക്കാരായി ഇടം പിടിച്ചത് 8 ടീമുകളാണ്. പരാഗ്വേ, സ്വീഡൻ, DR കോങ്കോ, സെനഗൽ, ബോസ്നിയ, അൾജീരിയ, ഘാന എന്നിവരാണ് ഗ്രൂപ്പുകളിൽ 3ാമതായി ഫിനിഷ് ചെയ്തിട്ടും നോക്കൌട്ട് ഉറപ്പിച്ചത്. വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്ന ഇറാന് ഓസ്ട്രിയ അൾജീരിയ മത്സരം സമനിലയായതോടെ അവസാന നിമിഷം കണ്ണീർ മടക്കം. ഇനി നമുക്ക് ഇന്ത്യൻ സമയപ്രകാരമുള്ള ആദ്യ റൗണ്ടിലെ മത്സരങ്ങളിലേക്ക് കടക്കാം. ജൂൺ 29 തിങ്കളിൽ തന്നെ ഒരു അതിഗംഭീര പോരാട്ടമുണ്ട്. റൗണ്ട് ഓഫ് 32വിലെ ആദ്യത്തെ ഹെവി പോരാട്ടം. ഗ്രൂപ്പ് സിയിലെ 1ആം സ്ഥാനക്കാരായ കാനറികൾ ഗ്രൂപ്പ് എഫിൽ നിന്ന് 2ആം സ്ഥാനക്കാരായി എത്തുന്ന സാമുറായി ബ്ലൂസിനെ നേരിടും. ജപ്പാൻ വേഴ്സസ് ബ്രസീൽ. കാർലോ ആഞ്ചലോട്ടിയുടെ കളരിൽ ഉണർന്നെണീറ്റ ബ്രസീലും ഏഷ്യൻ പതാകയേന്തി ബ്ലൂ ലോക്കുമായി ജപ്പാനും നേർക്കുനേർ. തിങ്കളാഴ്ച രാത്രി 10:30 പോരാട്ടം. അതിനു മുമ്പ് ഞായറാഴ്ച രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക കാനഡയെ നേരിടും. തൊട്ടടുത്ത ദിവസം, അതായത് ജൂൺ 30 പുലർച്ചെ 2 മണിക്ക് ഗ്രൂപ്പ് ഇ ജേതാക്കളായ ജർമ്മനി കളത്തിലിറങ്ങും. ഇക്വഡോറിനടേറ്റ തോൽവി മറക്കാൻ വരുന്ന ജർമ്മനിക്ക് ഗ്രൂപ്പ് ഡിയിലെ 3ആം സ്ഥാനക്കാരായ പരാഗ്വേയാണ് എതിരാളികൾ. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ പരാഗ്വേയും ജർമ്മനിക്ക് എളുപ്പമാകില്ല. ജൂൺ 30 തന്നെ രാവിലെ 6:30 ഒരു 1:30 പോരാട്ടമുണ്ട്. ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോ ഡച്ച് പടയെ നേരിടും. പേപ്പറിൽ റൗണ്ട് ഓഫ് 32വിലെ ഏറ്റവും കടുത്ത പോരാട്ടം ഇതാണ്. ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 10ലുള്ള 2 രാജ്യങ്ങളുടെ പോരാട്ടം. ജൂൺ 30 രാത്രി 10:30 നടക്കുന്നതും മറ്റൊരു പൊരിഞ്ഞ പോരാണ്. മറ്റൊരു ആഫ്രിക്കൻ യൂറോപ്യൻ പോരാട്ടം. ഗ്രൂപ്പ് ഇയിലെ 2ആം സ്ഥാനക്കാരായ ഐവറി കോസ്റ്റും ഗ്രൂപ്പ് ഐയിലെ 2ആം സ്ഥാനക്കാരായ നോർവേയും നേർക്കുനേർ. ജൂലൈ 1 പുലർച്ചെ 2:30 ഗ്രൂപ്പ് ഐ 1ആം സ്ഥാനക്കാരായ ഫ്രഞ്ച് പട ഇറങ്ങുന്നത്. എതിരാളികൾ യൂറോപ്പിൽ നിന്നും തന്നെയാണ്. ഗ്രൂപ്പ് എഫിലെ 3ആം സ്ഥാനക്കാരായ സ്വീഡൻ. എംബാപ്പയുടെയും സംഘത്തിൻ്റെയും അറ്റാക്കിനെ തടയാൻ സ്വീഡിഷ് പ്രതിരോധത്തിന് സാധിക്കുമോ എന്ന് കണ്ടറിയണം. ഇസാക്കും യോക്കരസും ബെലാങ്കയുമുള്ള സ്വീഡനും നിസ്സാരക്കാരല്ല. ജൂലൈ 1 രാവിലെ 6:30 സ്വന്തം നാട്ടിലെ കാണികളുടെ വൻ പിന്തുണയോടെ മെക്സിക്കോ ഇറങ്ങുന്നുണ്ട്. ഗ്രൂപ്പ് എ ചാമ്പ്യന്മാരായവർക്ക് ഗ്രൂപ്പ് ഇയിലെ 3ആം സ്ഥാനക്കാരായ ഇക്വഡോറാണ് എതിരാളികൾ. ജൂലൈ 1 രാത്രി 9:30 കരുത്തരായ ഇംഗ്ലണ്ടിൻ്റെ വരവ്. എതിരാളികൾ പോർച്ചുഗലിനെ പിടിച്ചുകെട്ടിയ DR കോങ്കോ. ഇംഗ്ലണ്ടിന് പേപ്പറിൽ മേൽക്കൈയുണ്ടെങ്കിലും നോക്കൌട്ടിൽ ഒരു സാധ്യതയും തള്ളിക്കളയാനാകില്ല. ജൂലൈ 2 പുലർച്ചെ 1:30 ഗ്രൂപ്പ് ജി ചാമ്പ്യന്മാരായ ബെൽജിയത്തിന് ഇറക്കം. എതിരാളികൾ ആഫ്രിക്കൻ വീര്യമുള്ള സെനഗൽ. ഇറാഖിനെ 5 ഗോളിന് തുരത്തിയാണ് സെനഗൽ ഗ്രൂപ്പ് ഐയിലെ 3ആം സ്ഥാനക്കാരായി യോഗ്യത ഉറപ്പിച്ചത്. ജൂലൈ 2 രാവിലെ 5:30 ഹോം ടീമായ USA ഗ്രൂപ്പ് ബിയിലെ 3ആം സ്ഥാനക്കാരായ ബോസ്നിയയെ നേരിടും. ഗ്രൂപ്പ് ഡിയിലെ 1ആം സ്ഥാനക്കാരായ USA മികച്ച ഫോമിലാണ്. ജൂലൈ 3 പുലർച്ചെ 12:30 ഒരു യൂറോപ്യൻ പോരാട്ടമുണ്ട്. ഗ്രൂപ്പ് എച്ച് ജേതാക്കളായ സ്പെയിൻ പ്രസ്സിങ്ങിനു പേരുകേട്ട ഓസ്ട്രിയയെ നേരിടും. റൗണ്ട് ഓഫ് 32വിലെ മറ്റൊരു ക്ലാസിക് പോരാട്ടം ജൂലൈ 3 പുലർച്ചെ 4:30 ഗ്രൂപ്പ് കെയിൽ 2ാമതായതിനാൽ പോർച്ചുഗലിന് കോർക്കേണ്ടത് ഗ്രൂപ്പ് എല്ലിൽ 2ആം സ്ഥാനക്കാരായെത്തിയ ക്രൊയേഷ്യയോടാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ, ലൂക്ക മോഡ്രിച്ച് എന്നീ 2 ഇതിഹാസങ്ങളിൽ ഒരാളെന്ന് മടങ്ങുമെന്നുറപ്പാണ്. ജൂലൈ 3 രാവിലെ 8:30 ഗ്രൂപ്പ് എ ജേതാക്കളായ സ്വിറ്റ്സർലൻഡ് ഗ്രൂപ്പ് ജെയിലെ 3ആം സ്ഥാനക്കാരായ അൾജീരിയയെ നേരിടും. ജൂലൈ 3 രാത്രി 11:30 ഗ്രൂപ്പ് ജിയിലെ 2ആം സ്ഥാനക്കാരായ ഈജിപ്തും ഗ്രൂപ്പ് ഡിയിലെ 2ആം സ്ഥാനക്കാരായ ഓസ്ട്രേലിയയും തമ്മിൽ മാറ്റുരയ്ക്കും. തുടർന്ന് ജൂലൈ 4 പുലർച്ചെ 3:30 അർജന്റീന കേപ്പ് വെർഡയെ നേരിടും. അപരാജിത കുതിപ്പ് തുടരുന്ന അർജന്റീൻ പോരാളികൾക്കെതിരെ കേപ്പ് വെർഡെ എന്ത് കരുതി വെച്ചിരിക്കുമെന്ന് കണ്ടറിയണം. ജൂലൈ 4 രാവിലെ 7 മണിക്ക് റൗണ്ട് ഓഫ് 32വിലെ അവസാന മത്സരത്തിൽ ഗ്രൂപ്പ് കെ ജേതാക്കളായ കൊളംബിയ ആഫ്രിക്കൻ കരുത്തരായ ഘാനയെ നേരിടും. ഇനി നമുക്ക് ഒഫീഷ്യൽ ബ്രാക്കറ്റ് അനുസരിച്ചുള്ള റൗണ്ട് ഓഫ് 16 സാധ്യതകളിലേക്ക് കടക്കാം. ജർമ്മനിയും ഫ്രാൻസും വിജയിച്ചാൽ റൗണ്ട് ഓഫ് 16 തന്നെ ഏറ്റുമുട്ടും. യൂറോപ്പിലെ 2 വൻമരങ്ങളിലൊന്ന് പ്രീ ക്വാർട്ടറിലെ മടങ്ങുമെന്നുറപ്പ്. 2ാമത്തെ മത്സരത്തിൽ നെതർലൻഡ്സോ മൊറോക്കോയോ കാനഡയെയോ ദക്ഷിണാഫ്രിക്കയോ നേരിടും. അഥവാ നെതർലൻഡ്സിനും മൊറോക്കോക്കും റൗണ്ട് 32വിനേക്കാൾ താരതമ്യേന ദുർബലമായ എതിരാളികളാണ് റൗണ്ട് ഓഫ് 16 ബ്രസീൽ ജപ്പാനെ മറികടന്നാൽ നേരിടേണ്ടത് ഐവറി കോസ്റ്റിനെയോ അല്ലെങ്കിൽ നോർവേയോ ആണ്. ബ്രസീലും ഇംഗ്ലണ്ടും വിജയിച്ചു കയറിയാൽ ഇരുവരും ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടാനുള്ള സാധ്യതയുമുണ്ട്. ജപ്പാനെ കടന്നാലും ബ്രസീലിന് എളുപ്പമാകില്ല എന്നുറപ്പ്. ഇംഗ്ലണ്ടിന് കോങ്കോയെ കടന്നാൽ റൗണ്ട് ഓഫ് 16 മെക്സിക്കോ അല്ലെങ്കിൽ ഇക്വഡോർ ആകും എതിരാളികൾ. പോർച്ചുഗലിൻ്റെ കാര്യങ്ങൾ ഭീകരമാണ്. ക്രൊയേഷ്യയെ കടന്നാലും റൗണ്ട് ഓഫ് 16 സ്പെയിനുമായി ഏറ്റുമുട്ടേണ്ടി വരും. ഇനി സ്പെയിൻ തോറ്റാലോ എതിരാളികൾ ഓസ്ട്രിയ.
പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ പോലുള്ള ഒരു അംഗം നടന്നാൽ പ്രവചനം അസാധ്യമാണ്. ക്വാർട്ടറിൽ പോർച്ചുഗലിന് ബെൽജിയം എതിരാളികളായി വന്നേക്കാം. സെനഗലിനെ കടന്നാൽ ബെൽജിയത്തിന് മിക്കവാറും USA ആകും വരിക, അല്ലെങ്കിൽ ബോസ്നിയ. അർജന്റീനയ്ക്ക് കടലാസിൽ എളുപ്പമാണ് കാര്യങ്ങൾ. കേപ്പ് വെർഡെയെ കടന്നാൽ നേരിടേണ്ടി വരിക ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഈജിപ്ത്. ഓർക്കുക, ഓസ്ട്രിയ അല്ല, ഓസ്ട്രേലിയ. ക്വാർട്ടർ ഫൈനലിലും അർജന്റീനയ്ക്ക് കൊളംബിയയോ സ്വിറ്റ്സർലാൻഡോ വരാനേ സാധ്യതയുള്ളൂ. സെമിയിൽ ബ്രസീൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെ കിട്ടും. പോർച്ചുഗൽ ഗ്രൂപ്പിൽ രണ്ടാമതായതോടെ ഫൈനലിന് മുമ്പ് മെസ്സി ക്രിസ്റ്റ്യാനോ പോരാട്ടം വരില്ലെന്നുറപ്പായി. അതേസമയം വിജയിച്ചു മുന്നേറിയാൽ അർജന്റീന ബ്രസീൽ സെമി പോരാട്ടത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രവചനങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ ടീമുകൾ റിസ്കുകളെ അതിജീവിച്ച് ക്വാർട്ടർ ഫൈനലിലെത്തും? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും.